ഇന്ന് ഹിജാബ് ഊരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഇന്ന് മുസ്ലിം സ്ത്രീയുടെ മാന്യതയും അവരുടെ അഭിമാനവും അവരുടെ നന്മകളും അവരുടെ ലജ്ജയും വലിച്ചെറിയാൻ ശ്രമിക്കുന്നവർ, അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നശ്ശൈത്വാന ലക്കും അദു. അല്ലാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന പിശാച് അവൻ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾക്ക് നന്മ കൊണ്ടുവരാനല്ല അവൻ നിങ്ങളോട് പറയുന്നത്. ഫത്തഖിദൂഹു അദുവ. അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ ശത്രുവായി തന്നെ കാണുക. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. തന്റെ കൂട്ടാളികളെ നരകത്തിന്റെ ആളുകളാകാനാണ് അവൻ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, വസ്ത്രമൂരി മാറ്റാൻ പറയുന്നവർ നിങ്ങളുടെ ദുനിയാവും പരലോകവും നശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല ഇത്, നിങ്ങളോടുള്ള നന്മ കൊണ്ടല്ല ഇത്. നിങ്ങളെ പ്രയാസത്തിൽ അകപ്പെടുത്തുക എന്നതല്ലാതെ അവർക്ക് മറ്റു ഉദ്ദേശമില്ല. നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞ വസ്ത്രം ഊരുന്ന കഥകൾ പറയുന്നവർ ഇത് നടപ്പിലാക്കിയ നാടുകളിലേക്ക് നിങ്ങൾ നോക്കുക. എന്താണ് അവിടെയുള്ള സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ? വലിയ വലിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ അടുത്ത കാലഘട്ടത്തായി തുടങ്ങിയ സംവിധാനങ്ങളിൽ ഒന്നാണ്. സ്ത്രീകൾ നോക്കാൻ ആരുമില്ല, മക്കൾ നോക്കാനില്ല, ഭർത്താവ് നോക്കാനില്ല, വീട്ടുകാർ നോക്കാനില്ല, കുടുംബങ്ങളുമായി ബന്ധമില്ല, താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ അവസാനം കയ്യിൽ ഒരു കാർ ലഭിച്ചപ്പോൾ ആ കാറിൽ താമസിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥകളാണ് ഞാൻ ഈ പറയുന്നത്. കാറിൽ താമസിക്കുമ്പോൾ ഒറ്റക്ക് കാറ് എവിടെയെങ്കിലും പാർക്ക് ചെയ്യും.